സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഈ ചക്കം പിടിച്ചിരിക്കുന്ന രണ്ട് പോത്തില്ലേ, അതിന്റെ വില ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. അതേപോലെ ഈ മൂന്ന് പോത്തിന്റെയും ഇപ്പൊ ഈ ചക്കം പിടിച്ചിരിക്കുന്ന ആ ഒരു പോത്തിന്റെ വില ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, ഓക്കെ? അപ്പൊ നിരന്ന് നിർത്തിയിട്ടുള്ള പോത്തുകൾ കണ്ടില്ല നിങ്ങൾ ഒരു ഭാഗത്ത്. ഈ ഒരു ഭാഗത്താണ് അധികം പോത്തുകൾ ഉണ്ടായാലും വളർത്തുകുട്ടികൾ ഉണ്ടായാലും ഇയാൾ പിടിച്ച് മാറ്റണ ഈ പോത്തില്ലേ, ഇതിൽ പെട്ട നല്ലൊരു വൃത്തിയുള്ള അടിപൊളി കുട്ടിയാണ്, നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ്. ഇതിന്റെ കൊമ്പും തലയൊക്കെ കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഇപ്പൊ ചന്തയിലില്ല ഉള്ളതിൽ ഏറ്റവും ടോപ്പ് കുട്ടിയാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയ കൊമ്പാണ്, ഒരു മുറ ക്രോസിൽപ്പെട്ട ഐറ്റാണ്. വില പറയുന്നത് അത്യാവശ്യം നല്ല വില ഉണ്ട്, 39 റുപ്യൊക്കെ വില പറയുന്നത്. പക്ഷെ അത് ഒരു മട്ടത്തിൽ ചോദിച്ചുകൊണ്ട് കമ്മിയാക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. പക്ഷെ അങ്ങനത്തെ ക്വാളിറ്റിയിലെ കുട്ടികൾക്ക് റേറ്റ് ചന്തയിലും ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല അടിപൊളി കുട്ടികളുണ്ട്, ഉണ്ടല്ലേ? അതേപോലെ ഇവിടെ ഈ ഒരു തലക്കൊരു കുട്ടീനെ കണ്ടിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ കുട്ടിയാണ്. ഉണ്ടോ? ഇതിന്റെ ഹെഡും ചെറിയ ചെറിയ ഹെഡാണ് അതിന്റെ, കണ്ടില്ലേ? നല്ല ക്വാളിറ്റിയിൽ അടിപൊളി കുട്ടിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ നല്ല വലുതായി വരും കേട്ടോ. അതിലൊരു ഡൗട്ടും ഇല്ല. നല്ല വലുതായിട്ട് വരും. നല്ല നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വരും. അപ്പൊ ചന്തയിൽ നിന്ന് എടുത്താല് വലുതാവില്ല എന്നില്ല ഒന്നുമില്ല. പക്ഷെ ഇതിന്റെ ഈ കണ്ടില്ലേ, ഈ ബാക്ക്, ഇതിന്റെ ഫുൾ ബാക്ക് സൈഡ് പോത്തിന്റെ നല്ല നല്ല വിരിവും നല്ല ഹൈറ്റും വാലൊക്കെ ഉണ്ടല്ലോ, വാലിന്റെ തുമ്പത്തിലെ കളർ, അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ നമ്മൾ കണക്കൂട്ടില്ലേ. ഈ ഭാഗത്തൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കുട്ടികളാണ്. ചെറിയ കൊമ്പും അത്യാവശ്യം വലിയ കൊമ്പിൽ വരുന്നുണ്ട്. പക്ഷെ അതിൽ ഒരുവിധം ചെറിയ കൊമ്പില്ല നോക്കിയിട്ട് നല്ല വൃത്തിയില്ല നോക്കിയിട്ട് എടുക്കാം. ഈ ഭാഗത്തുള്ളതൊക്കെ നല്ല അടിപൊളി കുട്ടികളാണ് വരല്, ഉണ്ടല്ലേ? ഒരു ആന്ധ്ര ലെവലിലെ മുറ ക്രോസ് ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു ലെവലിൽ അത്യാവശ്യം വളർച്ചയും കാര്യങ്ങളൊക്കെ വരുന്ന കുട്ടികളാണ് ഇതൊക്കെ. ഇതിൽ ചെറിയ കൊമ്പ് നോക്കിയിട്ട് നല്ല നൈസ് തോലിയൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. അതേപോലെ ഈ കാലിന്റെ ഇട നീളം ഇതെല്ലാവരും വന്ന് നോക്കിയിട്ട് വില ഒരു പ്രശ്നത്തിൽ പോവാണ്. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അവിടെ നിന്ന് എടുക്കും, അങ്ങോട്ട് കൊണ്ടുപോകും, വില പറയും. പക്ഷെ വില ഒരു 39 രൂപയാണ് ചോദിക്കുന്നത്. പക്ഷെ എത്ര വില പറഞ്ഞിട്ടും ആണ് ഒക്കാത്തോണ്ടുള്ളൊരു ഇതുകൊണ്ട് പൊട്ടി പോവാണ് കച്ചവടം. ടോപ്പ് കുട്ടിയാണ്, ബാക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ല. ഹൈറ്റ് കണ്ട് നീച്ചിക്കുമ്പോൾ നല്ല ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലിന്റെ കളർ കണ്ടില്ല. ഇതിപ്പോ ഫാമിലൊക്കെ കിട്ടുന്ന ലെവലിലുള്ള കുട്ടിയാണ് ഈ കാണുന്ന ഒരു മുറ ക്രോസ് ടൈപ്പിൽ വരുന്ന കുട്ടി. ഇതൊക്കെ നല്ല നല്ല സൈസിൽ വരും. ഇടനീളം കാൽപ്പൊക്കമൊക്കെ ഉണ്ട്, ബാക്ക് കാൽപ്പൊക്കം. ചന്തയിൽ അത്യാവശ്യം നല്ല കുട്ടികൾ വരലുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടില്ലേ? അതിൻ്റെയും കുറച്ച് ചെറിയ കുട്ടികളിലാണ് ഈ സെക്ഷനിൽ കുറച്ച് ചെറുത് കുട്ടികളാണ്. ഒരു 16, അതിന്റെ തലക്കൊരു ചെറിയ കുട്ടികളുണ്ട്, അതിന് 16 റുപ്യ ചോദിക്കുന്നത്. ഇതൊക്കെ 20 റുപ്യ, 22 റുപ്യ, 30 റുപ്യ ആ ലെവലിലെ ആ ടൈപ്പിലുള്ള കുട്ടികളാണ്. ഇപ്പൊ ഇതിന് ചോദിക്കണത് ഞാൻ പറഞ്ഞുതരാം. ഈ തലക്കത്തിന് 35 റുപ്യ ചോദിക്കുന്നത്, അതിന്റെ അപ്പുറത്തിന് 32 നടുവത്തെ. അതിന്റെ ആ തലയിലുള്ള തലക്കുള്ളത് 28 റുപ്യ ചോദിക്കണ വില കേട്ടോ. ഞാൻ ലാസ്റ്റ് ഒരു ചെക്ക് എടുത്ത റേറ്റ് ഉണ്ട്, അപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചന്തയിൽ പറയുന്ന റേറ്റ് എടുക്കുന്ന റേറ്റും. ഇപ്പൊ ഇതിനൊക്കെ ചോദിക്കണം 35 ആ തലക്കല്ലത്. ഇപ്പൊ ഈ കാണുന്ന സൈഡിൽ 28 റുപ്യ. അപ്പോൾ റേറ്റ് ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രക്കാണ് എടുക്കണതെന്നല്ലേ കിട്ടണമെന്നല്ലേ. ഇതിപ്പോ 35 റുപ്യ പറഞ്ഞാൽ റേറ്റ് ഉണ്ടോ ഇല്ലേ നിങ്ങൾ പറയട്ടോ. ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഈ ചക്ക എടുത്ത പോത്തിന് 35 റുപ്യാണ് അവിടെ ചന്തയിൽ പറഞ്ഞാൽ. 35 റുപ്യ കേട്ടോ. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ചോദിച്ചു, പിന്നെ കുറെ ചക്കം തിരിഞ്ഞു വന്നു, വീണ്ടും ചോദിച്ചു. അങ്ങനെ ലാസ്റ്റ് ഇടനില ഒരു ചക്കം വന്നിട്ട് അത് തീരുമാനമാക്കി. അതിന് പറഞ്ഞ വില 28 റുപ്യാണ്. അപ്പൊ നിങ്ങൾ പറയും റേറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. റേറ്റ് 35 റുപ്യ പറഞ്ഞു. എത്രക്കാണ് കിട്ടിയത് എന്നുള്ളത് 28 റുപ്യൊക്കെ കിട്ടിയത്. അപ്പോൾ പറയുന്ന വില പലതും പറയും, കിട്ടിയത് എത്ര വിലയാണെന്നുള്ളത് അതാണ് ചന്തയിലെ വില. അങ്ങനെയത് ഈ പശുവിന് ചോദിക്കണ വില 40 റുപ്യാണ് ചോദിക്കുന്നത് കേട്ടോ. 40 റുപ്യാണ് ഈ പശുവിന് ചോദിക്കണേ. രണ്ടെണ്ണം ഒരേപോലത്തെ കളർ, ഒരേ സെയിം ഉണ്ടല്ലേ? ഇതിന്റെ ലെവല് മാർക്കറ്റ് എങ്ങനെയാന്നുള്ളത് 40 റുപ്യ ചോദിക്കുന്നത്. അതേപോലെ ഈ ചക്കം പിടിച്ചിരിക്കണ രണ്ട് പോത്തുണ്ട്, അതിന്റെ വില 67 റുപ്യ മെയിനായിട്ട് ചോദിക്കണേ. നിങ്ങൾ പറയും ഇതിൽ റേറ്റ് കൂടുതൽ ഉണ്ടാവില്ല, നിങ്ങൾ 67 റുപ്യ എന്നിട്ടോ പിന്നെ ചോദിക്കേണ്ട എത്രയൊക്കെ ഉണ്ടാവുന്നില്ല എന്ന് പറയും. അപ്പൊ അതാണ് ചന്തയിൽ പറഞ്ഞാൽ 67 റുപ്യൊക്കെ പറയും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വില എത്രയും കമ്മിയാക്കിയിട്ട് നമുക്ക് പറഞ്ഞിട്ട് അവർക്കും ലെവലാണെന്നുണ്ടെങ്കിൽ കിട്ടും. ആ ഒരു ലെവൽ നമ്മൾ എത്രയും പറഞ്ഞിട്ട് കമ്മിയാക്കി, അതാണ് ചന്തയിൽ. വില കുറച്ചെടുക്കണം, വില പലതും പറയും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വില കമ്മിയാക്കി ചവിട്ടി എടുത്തിട്ട് എടുക്കണം, ഓക്കെ?